ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ റബ്ബറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ജൂൺ 3. ഇന്ന് അറിവിൻ്റെ മായാലോകത്തേക്ക് കുഞ്ഞു കുഞ്ഞു കുരുന്നുകൾ പിച്ച വെച്ച് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നത് എൻ്റെ തിരുമംഗലം സ്കൂളിലേക്കാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളും പിന്നെ രസകരമായുള്ള കുറച്ച് കാഴ്ചകളും കുറച്ച് ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കൂളിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ബൈ ബൈ. കഴിഞ്ഞു പോയ വർഷങ്ങളെപ്പോലെ തന്നെ ഈ വർഷവും ഞാൻ മുടങ്ങാതെ എൻ്റെ വിദ്യാലയത്തിലേക്ക് കടന്നു ചെന്നു. ഓർത്തിരിക്കുവാൻ ഒരുപാട് ഓർമ്മകളുള്ള ഒരിടം. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്ന അധ്യാപകരെ എല്ലാവരെയും കണ്ടു. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം. ഞാൻ എൻ്റെ ബാല്യകാലത്തിലൂടെ ഒന്ന് നടന്നിറങ്ങി. എൻ്റെ സ്കൂൾ വരാന്തയിലൂടെ ഞാൻ മെല്ലെ നടന്നു. പഴയ ഓർമ്മകൾ ചികഞ്ഞെടുക്കുവാൻ, എൻ്റെ ബാല്യകാലം തിരിച്ചു പിടിക്കുവാൻ മെല്ലെ നടന്നു. ഓരോ ഓർമ്മകളും തേടി എൻ്റെ സ്കൂൾ അങ്കണത്തിലൂടെ ഞാൻ പഴയ ഞാനായി, ഒരു കുട്ടിയായി ഞാൻ പതറി നോക്കി. അറിവിൻ്റെ ആദ്യാക്ഷരം തേടി അമ്മയുടെ കയ്യും പിടിച്ച് ആദ്യമായി സ്കൂളിലേക്ക് നടന്നു വന്ന എന്നെ ഞാൻ അവിടെ കണ്ടു. ഞാൻ ചുറ്റും പതറി നോക്കി. എന്നും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച എന്നെ ഞാനാക്കിയ എൻ്റെ സ്കൂൾ. അവിടെ ആകെ ഞാൻ നടന്നു. എനിക്ക് എല്ലാ ഓർമ്മകളും തിരിച്ചു പിടിക്കുവാൻ തോന്നി. പഴയ കഞ്ഞിപ്പുരയും എല്ലായിടത്തും ഞാൻ നടന്നു, എല്ലാവരോടും സംസാരിച്ചു. എൻ്റെ ബാല്യകാലം എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നെ ഞാനാക്കി വളർത്തിയ എൻ്റെ സ്കൂൾ എനിക്കെന്നും അഭിമാനം തന്നെയാണ്. ഇന്ന് അറിവിൻ്റെ ആദ്യാക്ഷരത്തിലേക്ക് ആദ്യമായി ചുവടെടുത്തു വയ്ക്കുന്ന ഓരോ കുരുന്നുകളെയും ഞാൻ നോക്കി. എൻ്റെ പഴയ ഓർമ്മകൾ എനിക്ക് തിരിച്ചു പിടിക്കുവാൻ ഇനി നിങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. എല്ലാ കുട്ടികൾക്കും അറിവിൻ്റെ മായാലോകത്തേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടമാകെ ആസ്വദിച്ച് എൻ്റെ ബാല്യം നിങ്ങളിലൂടെ ഞാൻ തിരിച്ചു പിടിക്കും. അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിലെ ഫുൾ അറ്റൻഡൻസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായി തന്നെ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യയുടെ ആദ്യ അക്ഷരങ്ങൾ നുകരുവാനായി നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം
എല്ലാവരും ഏറ്റു പറയൂ ട്ടോ. ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനായി ഞാൻ പ്രേരിപ്പിക്കും. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. എല്ലാവരും കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനൊരു കുശലാന്വേഷണത്തിനിറങ്ങി. എങ്ങും നിലയ്ക്കാത്ത ആ സ്കൂൾ വരാന്ത ഞാനൊന്ന് കണ്ണിറയെ കണ്ടു. കുട്ടികളുമായി സംസാരിച്ചു. ഒരുപാട് സന്തോഷം തോന്നിയ ആ വേള ഞാൻ ആനന്ദകരമാക്കി. എവിടെ കണ്ടുണ്ട്? ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുണ്ടോ? എന്നെയാ? ശരിക്കും ഗൈസ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെന്നോ പറഞ്ഞേ? ശരിക്കും കണ്ടുണ്ടല്ലേ? വീഡിയോസ് ഇഷ്ടമാണോ? ഓക്കെ, അവിടെ ഇരിക്കട്ടെ, അങ്ങനെ വരാട്ടാ. ഓക്കെ. ഈ ഒരു നിമിഷം എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് നേരം നോക്കി നിന്നു. എന്നെ മാനസികമായി പിടിച്ചു നിർത്തിയ ഒരിടം, അതെ, ഉച്ചക്കഞ്ഞി. ഞങ്ങൾ ഏറെ സ്വാദോടുകൂടി കഴിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, കഞ്ഞിപ്പയറും ചോറുമൊക്കെ. ഇന്ന് കാലമേറെ മാറിയിരിക്കുന്നു. കുട്ടികൾക്ക് കഴിക്കാൻ നല്ല നല്ല ഭക്ഷണങ്ങളായി സാമ്പാർ, ചോറ്, പപ്പടം, എന്തിന് ചെറിയൊരു സദ്യ തന്നെ. എനിക്കതിൽ ഒരുപാട് അഭിമാനവും തോന്നി. പിന്നെ ഞാൻ ഈ വരിയിലൂടെ പതുക്കെ നിന്നു. എൻ്റെ ആ ഉച്ചക്കഞ്ഞിയുടെ സ്വാദ് തേടി എനിക്ക് എൻ്റെ ഓർമ്മകൾ കണ്ടെത്തുവാൻ വേണ്ടി ഞാനും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും പതുക്കെ പടിയിറങ്ങി. എന്തിനാണെന്നോ, ഒരിക്കലും തീരാത്ത അറിവിൻ്റെ മായാജാലത്തേക്ക് കടന്നു വരുന്ന അടുത്ത തലമുറയെയും കാത്ത് ഞാൻ വീണ്ടും എത്തും എൻ്റെ വിദ്യാലയത്തിലേക്ക്. നന്ദി, നമസ്കാരം.